സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൂട്ടുകറിയാണ്. ഓണസദ്യയ്ക്കും കല്യാണ സദ്യയ്ക്കുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? ഇതിനായി ഒരു വലിയ പച്ച ഏത്തയ്ക്കായും ഒരു കഷ്ണം ചേനയും ഒരു കപ്പ് കടലയുമാണ് എടുത്തിരിക്കുന്നത്. ഏത്തയ്ക്കായിലും ചേമ്പിലും വേവ് കൂടുതൽ കടലയ്ക്കായതുകൊണ്ട് ഉപ്പ് മാത്രം ചേർത്ത് കടല 5 വിസിൽ വരുന്നിടം വരെ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഏത്തയ്ക്കായും ചേനയും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഏത്തയ്ക്കയുടെ തൊലി പൊളിച്ച് കളയണമെന്നില്ല, ഇതുപോലെ ചീന്തി കളഞ്ഞാൽ മതി. എന്നിട്ട് 4ആയിട്ട് കീറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ചേനയും തൊലി കളഞ്ഞ് ഏത്തയ്ക്കായുടെ കൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചേനയും ഏത്തയ്ക്കായും ഈ വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം കഴുകിയെടുത്ത് മറ്റൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കഷ്ണങ്ങൾ വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. പാത്രത്തിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ചേനയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ വെന്ത് കിട്ടാൻ താമസിക്കും. അതുകൊണ്ട് കഷ്ണങ്ങൾ വെന്ത് വരാറാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് സ്റ്റൗവിൽ അടച്ചു വെച്ച് വെള്ളമെല്ലാം വറ്റി കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം പകുതിയോളം വറ്റി കഷ്ണങ്ങൾ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തവിയുണ്ട ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ച് ബാക്കി വെള്ളം കൂടി വറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങാ ചിരുവിയയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുന്നതിനാവശ്യമായ 3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട. ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ കുറച്ച് തരിവരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ രീതിയിൽ. ഇനി അടപ്പ് മാറ്റി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ചേമ്പും ഏത്തയ്ക്കായും കുഴഞ്ഞു പോകാതെ എന്നാൽ നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടഞ്ഞു പോകാതെ ഈ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. കഷ്ണങ്ങളിലുള്ള വെള്ളം കൊണ്ട് തന്നെ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായിട്ട് കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 4 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് തേങ്ങ ചിരവിയതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ തവിക്ക് 7 തവി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തെടുക്കണം. തേങ്ങ കരിഞ്ഞു പോയാൽ കൂട്ടുകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് കൈ എടുക്കാതെ നല്ലവണ്ണം ഇതുപോലെ വറുത്തെടുക്കണം. തേങ്ങ മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം.
നല്ല ടേസ്റ്റോട് കൂടിയ ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇത്. ഓണത്തിന് നിങ്ങൾ ഈ രീതിയിലൊന്ന് കൂട്ടുകറി വെച്ച് നോക്കുമല്ലോ. ഞാൻ ചെറിയ അളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം കൂട്ടിയെടുത്താൽ മതി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം താങ്ക്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.